Hi friend, ഞാൻ ആശിഷ്. ഞാൻ അർച്ചന. വെൽക്കം ടു അവർ ചാനൽ ഡെസ്റ്റിനേഷൻ ഓൺ വീൽസ്. അപ്പോൾ നമ്മൾ ഇന്ന് KTDC പെരിയാറിലാണ്. മോർണിംഗ് ഡേ ഈ ശബ്ദം ഒന്ന് കേട്ട് നോക്ക്. ഇവിടുത്തെ ബേർഡ്സിൻ്റെ ആണ് അടിപൊളിയല്ലേ. നമ്മളിപ്പോൾ നിൽക്കുന്ന പെരിയാർ ഹൗസ് KTDCയുടെ വേറെ ഒരു പ്രോപ്പർട്ടിയാണ്. ഇങ്ങനെ കാണാം. ഇതാണ് അല്ലേ, ഫോറസ്റ്റ് തന്നെയാണ് അവർ പറയുന്നത്. ആനിമൽസൊക്കെ വരും, അതിൻ്റെ കൂടെ ഇത്രയും ഏരിയ ഉണ്ട്. കണ്ടു, ഇവിടെ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ഒരു ആന വന്ന് വീണ്. ഇപ്പോഴത്തെ സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞു ആന വന്ന് വീണ്, അതിനുശേഷം ആന പേടിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നില്ല. അതിന് മുമ്പ് ആനയൊക്കെ വന്നുകൊണ്ടിരുന്ന പറഞ്ഞു. പക്ഷെ നമുക്ക് ശരിക്കും ഫോറസ്റ്റിൽ നിൽക്കുന്ന ഒരു പ്രതീതിയാണ്. നോക്ക്, ഇവിടെ നമുക്ക് കുറച്ച് ഊഞ്ഞാലൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു സിറ്റിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. ഉണ്ടോ, സിറ്റിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. പക്ഷെ രസമുണ്ട് കേട്ടോ. നല്ല ഒരു നമ്മൾ ഇന്നലെ വന്നപ്പോൾ നല്ല തണുപ്പായിരുന്നു, സമയമൊക്കെ ആയിരുന്നു. അപ്പോൾ ഇപ്പം അത്ര ഒരു തണുപ്പ് പറയാനില്ല. ബേബി വെള്ളമുണ്ട്, അത്ര ഒരു തണുപ്പ് പറയാനില്ല. ആ ട്രീ നോക്ക്, ഒരു പഴയ ഒരു മരമുണ്ട്. അതിൻ്റെ പകുതി നോക്ക്, അതിൻ്റെ പകുതി ഇല്ല. പക്ഷെ അത് നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പം നമുക്ക് ഊഞ്ഞാലിൻ്റെ അടുത്ത് പോകാം. ബാ, വീഴുമെന്നറിയില്ല, ജസ്റ്റ് നോക്കാം. അയ്യോ, ഇരിക്കാൻ പറ്റുന്നു ബേബി. ഊഞ്ഞാല് കാട്ടിൽ വന്ന ഊഞ്ഞാലാടി ബേബി, നോക്ക്. ബോട്ടിംഗ് ഉണ്ട്. 3 o'clock ആണ് ലാസ്റ്റ്, അല്ലേ? 3:30 ആണ് ലാസ്റ്റ് ഇവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ ഇച്ചിരി വെയിൽ കുറയുമല്ലോ, അപ്പോൾ ഞങ്ങൾ അതാ ബുക്ക് ചെയ്ത്. പിന്നെ നമ്മൾ ഇപ്പോൾ KTDCയുടെ പ്രോപ്പർട്ടിയിലൊക്കെയാണ് സ്റ്റേ ചെയ്യുന്നതെങ്കിൽ നമുക്ക് അവിടുന്ന് തന്നെ ഡയറക്റ്റ് ബുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് വെളിയിൽ നിന്ന് വരുന്ന ബസ് ഫെയറിന്റെ എക്സ്ട്രാ 100 rupees പേ ചെയ്യേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? ഇപ്പം നമ്മൾ ഇവിടെ KTDCയുടെ പ്രോപ്പർട്ടിയിലായതുകൊണ്ട് നമുക്ക് നമ്മുടെ വണ്ടി കൊണ്ട് അടുത്ത് വന്ന് ആ ലേക്കിൻ്റെ അവിടെ വരെ പോവാം. ഇല്ലാത്തവരാണെങ്കിൽ പുറത്ത് വണ്ടി പാർക്ക് ചെയ്ത് ബസ് കയറി വേണം ഇവിടെ വരാൻ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ വണ്ടി വന്ന് ഇനി ബോട്ടിങ് ബുക്ക് ചെയ്ത് ഡയറക്റ്റ് പോവാം. ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ നടന്നാണെങ്കിൽ പോകാം. പക്ഷേ നമുക്ക് ഇവിടെ നടക്കാൻ മടിയായതുകൊണ്ടും ഫോറസ്റ്റിനായതുകൊണ്ടും നമ്മൾ വണ്ടിയിലാണ് പോകുന്നത്. പിന്നെ നമുക്ക് തണുപ്പുണ്ട്, നല്ല തണുപ്പുണ്ട് അത്യാവശ്യം. അപ്പം നമ്മൾ ബോട്ടിങ് ടിക്കറ്റ് നമ്മൾ സ്റ്റേ ചെയ്യുന്നിടത്ത് തന്നെ എടുത്തെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ ബോട്ടിങ്ങിന് പോവുകയാണ്. 3:30 ബോട്ടിങ്. ഇപ്പോൾ ഓൾമോസ്റ്റ് 3 o'clock ആയി. നമ്മളിപ്പോൾ ഇവിടെ ഒരു ചെറിയ കോഫി ഷോപ്പ് ഉണ്ട്, ഒരു ചായയൊക്കെ കുടിക്കാമെന്ന് ഓർത്തു. എന്നിട്ട് നമുക്ക് ബോട്ടിങ്. അപ്പോൾ നമ്മൾ നേരത്തെ ഇവിടെ വന്നപ്പോൾ വിചാരിച്ച് ബോട്ടിങ്ങിന് പോകുന്നില്ല. പക്ഷേ തേക്കടി വന്നിട്ട് ഇവിടെ മെയിൻ അട്രാക്ഷന് നമ്മൾ പോയില്ലെങ്കിൽ പിന്നെ കാര്യമില്ലല്ലോ ഇവിടെ വന്നിട്ട്. അതാണ്. എന്തായാലും അന്നേരം സമയത്ത് നല്ല വെയിലായിരുന്നു. പക്ഷെ ഇപ്പോൾ അതൊക്കെ മാറി, നല്ല ക്ലൈമറ്റ് ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പം ബോട്ടിങ് പരിപാടിയാണോ? എനിക്കൊന്ന് ലാസ്റ്റ് ബോട്ടിന് ഒരുപാട് ആൾക്കാരുണ്ടാവും തോന്നുന്നു. നന്നായിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട്. മാസ്ക് ഒക്കെ വയ്ക്കുക എല്ലാവരും. കുട്ടി മാസ്ക് വെച്ചു. അയ്യോ, നോക്കണ്ട, ഡേഞ്ചറാണ്.
അപ്പോൾ ടിക്കറ്റ് കാണിച്ചിട്ട് നമ്മളകത്ത് കയറി. അപ്പോൾ ഇതാണ് ഇവിടെ ബോട്ടിങ്ങിൻ്റെ ഓഫീസ്. അപ്പോൾ ഇവിടെ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ എന്തൊക്കെ അനിമൽസ് അല്ലെങ്കിൽ സ്പോട്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്, നമുക്ക് ഇവിടുന്ന് എല്ലാം എൻക്വയറീസ് നമുക്ക് ഇവിടെ കിട്ടും. ആനിമൽസിന് മാത്രമല്ല, നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഇവിടെ ഞാൻ അവിടെ കണ്ടു ഈ ഫോറസ്റ്റിൻ്റെ സ്റ്റേ ഉണ്ട് കുറച്ച്. ഇപ്പം നമ്മൾ KTDC നിന്ന പോലെ ഇവിടെ തന്നെ കുറേ ഫോറസ്റ്റിൻ്റെ തന്നെ പ്രോപ്പർട്ടി ഉണ്ട്. അവിടെ വേണേൽ നമുക്ക് സ്റ്റേ ചെയ്യാം. പക്ഷേ നമുക്കത് KTDC നമ്മൾ ഓർക്കുമ്പോൾ ഫോറസ്റ്റിലാണെന്ന് ഓർക്കും, അങ്ങനെ നിൽക്കും. അപ്പം ഞങ്ങൾക്കും ഇതിനെക്കുറിച്ച് കാര്യമായിട്ട് അറിയത്തില്ല. കണ്ടു ഇപ്പം തന്നെ ഈ 2 ഫോറസ്റ്റിൻ്റെ പ്രോപ്പർട്ടിയാണ്, ഫോറസ്റ്റിനുള്ളിൽ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഈ ഓഫീസിൽ തന്നെ കിട്ടും. അപ്പോൾ ഫോറസ്റ്റുകാരാണ് ഈ മൊത്തം കൺട്രോൾ ചെയ്യുന്നത്. ഈ പെരിയാർ ലേക്കിൻ്റെ അകത്തിൻ്റെ എന്തെങ്കിലും സ്റ്റേ ആണെങ്കിൽ അത് ഡയറക്റ്റ്ലി കൺട്രോൾ ബൈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഇതേ നമ്മൾ ബോട്ട് വന്നു, നമ്മൾ വേഗം പോവുകയാണ്. ആൾക്കാർ അത്യാവശ്യം ഉണ്ട്. അപ്പോൾ നമ്മുടെ ബോട്ടിൻ്റെ പേര് നമ്മുടെ ടിക്കറ്റിലുണ്ട്. അപ്പോൾ എല്ലാ ടിക്കറ്റിനും മെൻഷൻ ചെയ്തിട്ടുണ്ട് ബോട്ടിൻ്റെ നെയിം. അപ്പോൾ നമ്മൾ കയറാൻ പോകുന്ന ജലയാത്ര ആണ്. നമ്മുടെ വലിയ ബോട്ട് ഉണ്ടോ, ജലയാത്ര. അപ്പോൾ അയ്യോ എൻ്റെ മുകളിലൊക്കെ സീറ്റ് ഫുള്ളായെന്ന് തോന്നുന്നു. മുകളിൽ നിന്ന് താഴെ വീഴുമോ അറിയത്തില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ബോട്ടിലേക്ക് കയറാം. ബോട്ടിൽ ചെന്നിട്ട് പിന്നെ ആൾക്കാരായിരിക്കും, നമുക്ക് നോക്കാം എങ്ങനെയാണ്. സൂക്ഷിച്ച് നടക്കണം. ഇത് മറ്റേ ഗ്രാവൽ പോലെ എന്തോ ആണ്. സൂക്ഷിച്ച് നടന്നതിൻ്റെ താഴെ വീഴുവേ. നല്ല സ്ലിപ്പായി. മഴയും വൈകിട്ടത്തെ മഞ്ഞൊക്കെ കൊണ്ട് അതിങ്ങനെ ഇതായിട്ടിരിക്കുക. അപ്പോൾ അധികം നടന്നു പോകണം. ഓക്കെ, ഏതായാലും സ്റ്റെപ്പൊക്കെ ഉണ്ട് ബോട്ടിൽ കയറാൻ. നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പം നല്ല തണുപ്പായല്ലേ. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇനി ബോട്ടിൽ കാറ്റടിക്കുമ്പോൾ നല്ല തണുപ്പായിരിക്കും. ഞാൻ ജാക്കറ്റ് പോലും എടുത്തിട്ടില്ല. നമുക്ക് അതിലും കയറാൻ ബോട്ടിൽ. അപ്പോൾ ഇതും ഫ്രണ്ട് സീറ്റാണ് നമുക്ക് 2 പേർക്ക് കിട്ടിയത്. ഫ്രണ്ട് സീറ്റ് കിട്ടിയേ. നല്ല വ്യൂ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ബോട്ട് യാത്ര ഡ്രൈവർ തൊട്ടെടുത്ത് നമുക്ക് ഫ്രണ്ടിൽ തന്നെയാണ്. മുകളിൽ ഇരുത്തില്ല, കറക്റ്റ് ആൾക്കാരെ അവർ കയറ്റുന്നത്. സീറ്റ് നമ്പർ പോലെ അങ്ങനെ നോക്കി അവർ. പക്ഷേ ഫുൾ കപ്പാസിറ്റി അവർ ഫിൽ ചെയ്യുന്നില്ല ബോട്ടിനെ. ഇപ്പോൾ കോവിഡ് കാരണമാണ്. അപ്പോൾ കുറേ സീറ്റ്സ് അങ്ങനെ വേക്കൻ്റ് ആണ്. കാര്യം ശ്രദ്ധിച്ചത് പറയട്ടെ, ഈ ബോട്ടെല്ലാം ഇപ്പോൾ ഒരു ബോട്ട് വന്നിട്ട് അടുത്ത ബോട്ട് പോവുക അങ്ങനെ ഒരു രീതിയല്ല ഇവിടെ. പക്ഷെ വരുമ്പോൾ ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് വരും. ഇപ്പോൾ തന്നെ കണ്ടു, നമ്മളുടെ സൈഡിലുണ്ട്, ഫ്രണ്ടിലൊരു ചെറിയ ബോട്ടുണ്ട്. ഇതിന് ഇതിൻ്റെ പ്രൈസ് വ്യത്യാസമുണ്ടോ അങ്ങനെയൊന്നും അറിയില്ല. അവിടെ ചോദിച്ചപ്പോൾ ബോട്ടിങ്ങിന് ഒരു റേറ്റാണ് പറഞ്ഞത്. ഇവിടെ ഇപ്പോൾ കാണാൻ നമുക്ക് ഒരു ചെറിയ ബോട്ടുണ്ട് ഫ്രണ്ടിൽ. നമ്മൾ ഓവർടേക്ക് പോകുന്ന ആ ഒരു ബോട്ടുണ്ട്. അതിൻ്റെ ബാക്കിൽ വേറെ 2 ബോട്ടുണ്ട്. പിന്നെ ഒത്തിരി ബോട്ട് ഒരുമിച്ചാണ് അവർ പോകുന്നത്. പിന്നെ കണ്ടോ, കാട് കാണാം. ചെറിയ ചെറിയ ഐലൻഡ് പോലെ നിൽക്കുന്നു. ഫുൾ ഒരു മറ്റേ എന്താ പറയുക, കളർ ചേഞ്ച് ഉള്ളൊരു ട്രീ കാണാം. നല്ല എല്ലാം കൂടി കാണാൻ ഇത്രത്തോളം ഇതിൽ കാണാൻ പറ്റുമെന്ന് അറിയില്ല. പിന്നെ ഈ നിൽക്കുന്ന ഈ ചെറിയ ചെറിയ മരങ്ങൾ ഉണങ്ങിയതിലൊക്കെ ഇങ്ങനെ നിറയെ പക്ഷികളുടെ കൂട് കാണാം. അടിപൊളിയായിട്ടുണ്ട്. നല്ല തണുപ്പുണ്ട്, നല്ല കാറ്റുണ്ട്. അപ്പോൾ സമയം 5 മണിയായി. അപ്പോൾ 1.5 മണിക്കൂറുടെ ബോട്ട് യാത്രയായിരുന്നു. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് അധികം ആനിമൽസിനെ സ്പോട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഫോറസ്റ്റുകാർ തന്നെ പറഞ്ഞ ഇപ്പോൾ ഈ ക്ലൗഡി വെതറിൽ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ് ആനിമൽസ് ഈ ക്ലൈമറ്റ് അധികം സ്പോട്ട് ചെയ്യാനും. പിന്നെ ഒരു കാര്യം, നമ്മൾ സ്റ്റേ ജംഗലിനുള്ളിലായതുകൊണ്ട് 5:30 ശേഷം നമുക്ക് ചെക്ക് പോസ്റ്റിന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. പോയാൽ പിന്നെ അകത്തേക്ക് വരാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റേയിലേക്ക് പോകാം. അപ്പോൾ ബോട്ടിങ് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റേയിലേക്ക് തിരിച്ചു പോകുന്ന വഴിക്ക് നമ്മൾ ഈ സാമ്പാർ ഡിയേഴ്സിനെ കണ്ട്. അപ്പോൾ ഈ അരണ്യ നിവാസിൻ്റെ പ്രോപ്പർട്ടി ഏരിയ ആണ്. അപ്പോൾ ഇത് എല്ലാം ജംഗലുമായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ട് ഈ ആനിമൽസ് ഫ്രീലി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം.
അപ്പോൾ ഏതായാലും നമ്മൾ ബോട്ടിങ്ങിനെ കണ്ടില്ലെങ്കിൽ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഇത് കണ്ട്. അയ്യോ നോക്ക്, അമ്മയും കുഞ്ഞുമാന്ന് തോന്നുന്നല്ലേ. ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. വഴിതെറ്റി വന്നതായിരിക്കും. നോക്ക്, ഒരാൾ നമുക്ക് പോസ് ചെയ്ത് തരുന്നുണ്ട്. അടിപൊളി. ഏതെങ്കിലും കാണാൻ പറ്റിയല്ലേ, തൊട്ടടുത്തായിട്ട് കണ്ട് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പം നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയി. അപ്പോൾ ഒരു ചെറിയ വാക്കിന് പോകാൻ നമ്മൾ തീരുമാനിച്ചു. അപ്പോൾ അങ്ങനെ പോകുന്നു. ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട് മോർണിംഗ് വാക്ക്? അടിപൊളി. തണുപ്പുണ്ട്, അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. കുറച്ച് അങ്ങോട്ട് പോകും, ഗാർഡിൻ്റെ സൈഡിലേക്ക്. ഇതെനിക്ക് തോന്നി ബേർഡ് വാച്ചിങ്ങിനൊക്കെ പറ്റിയ സ്ഥലമാണെന്ന് തോന്നുന്നു. ഇപ്പം ഞങ്ങളൊരു കിളി കരയുന്ന കേട്ടു. ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ശ്രദ്ധിച്ച് നിങ്ങൾക്ക് കേൾക്കാം. അത് കൂടാതെ പക്ഷെ നമുക്ക് കാണാൻ പറ്റുന്നില്ല, ഭയങ്കരമായിട്ട് ടോളാണ് ട്രീസൊക്കെ. പിന്നെ ആ മരത്തിൻ്റെയൊക്കെ മണ്ണ് നോക്ക്, ഇതിൻ്റെയൊക്കെ മണ്ണ് നോക്ക്, നമുക്കങ്ങനെ കാണാൻ പറ്റത്തില്ല. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. രാവിലെ എണീറ്റ് ഞങ്ങൾ ഇതുകൊണ്ടല്ലെങ്കിൽ ഞങ്ങൾ ഇത്ര നേരത്തെ എണീക്കാറില്ല. ഇന്ന് ഇത്തിരി നേരത്തെ എണീറ്റു. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞുവെങ്കിൽ നമുക്ക് ജംഗിളിലൂടെ ഒരു മോർണിംഗ് വാക്കിന് പോയാലോ എന്ന് നോക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ഞങ്ങൾ വാക്കിങ്ങിന് പോകുന്നത്. അപ്പോൾ നമുക്ക് പതിയെ നടക്കാം. അപ്പോൾ നമ്മൾ മോർണിംഗ് വാക്കിന് ഇറങ്ങിയപ്പോൾ ഒരു സംഭവം കണ്ടു. അതിൻ്റെ ഇടയിൽ ആരാ ഇരിക്കുന്നത് നോക്കി, കണ്ടോ? ക്ലിയറുണ്ട്, ഒരുപാട് ക്ലിയറുണ്ടോ? അപ്പോൾ ഇത്ര ക്ലിയറായി എനിക്ക് അറിയത്തില്ല. പക്ഷേ ഇന്നലെ കണ്ട ടീംസ് തന്നെയാണ്. സെയിം ബഞ്ച് ഓഫ് സാമ്പിൾ ഡിയറാണ് നമ്മൾ ഇന്നലെ അരണ്യ നിവാസ് വെച്ച് കണ്ട്. കേട്ടോ, ഞാൻ കേൾക്കാവോ നന്നായിട്ട്? വേറെ ശബ്ദങ്ങളൊന്നുമില്ല. ഒരു ബേർഡ് വേറെ ഒരു ശബ്ദങ്ങളും ഇല്ല കേട്ടോ. ഒരു ബേർഡ് കരയുന്ന സൗണ്ട് അത്. കേട്ടോ, ഇവിടെ നേരത്തെ ചിൽഡ്രൻസ് പ്ലേ ഏരിയ പോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം അത് ക്ലോസ്ഡ് ആണ്. നോക്കാം, അവിടെ കാണാൻ ഒരു ടോട്ടോയിസിൻ്റെ നമുക്ക് അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ബേർഡ്സിൻ്റെ സൗണ്ട്, ഈ ബേർഡ് വാച്ചിങ്ങിനൊക്കെ ഉള്ളവർക്ക് പറ്റിയ സ്ഥലമാണ്. നമ്മുടെ ഈ ബൈനോക്കുലേഴ്സ് ഒന്നും ഇല്ല. പിന്നെ ഇവിടെ റെൻറ്റിന് കിട്ടുമെന്ന് പറയുന്നത് കേട്ടു. അത് എടുത്തില്ല, ഈ ഒരു ടൈം ആയതുകൊണ്ട് എടുത്തില്ല. അതുകൊണ്ട് അവിടെയൊക്കെ നിറയെ ബേർഡ്സ് ഉണ്ട്, നമുക്ക് കാണാം. കിഡ്സ് പ്ലേയിങ് ഏരിയ കണ്ടോ. ഇതൊന്നും ഇപ്പോൾ ഈ കൊറോണ ആയി കഴിഞ്ഞപ്പോഴാണ് ഇതെല്ലാം ക്ലോസ്ഡ് ആയിപ്പോയത്. കുറേ പ്ലേസ് ഉണ്ട്. കണ്ടോ, ഞങ്ങളിവിടെ നിന്നപ്പോൾ ആ പാർക്കിൻ്റെ സൈഡിൽ കൂടെ കണ്ടോ ക്രോസ് ചെയ്ത് പോകുന്നുണ്ടോ ഒരു കൂട്ടമുണ്ട്. വൈൽഡ് പിഗ്സ് ആണെന്ന് നിറയുണ്ട്. നോക്ക്, ഇത് അറ്റാക്ക് ചെയ്യുമോ? നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു കുഞ്ഞുണ്ട് കണ്ടോ. അടുത്തു പോകാൻ എനിക്ക് പേടിയാ. കണ്ടിട്ട് നൈസായിട്ട് അവർ വരിവരിയായിട്ട് ക്രോസ് ചെയ്ത് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നത്. നോക്കാശ്, ഇത് കണ്ടോ? ഇനി ആ കുഞ്ഞിനെ ഓടിച്ച് ഫ്രണ്ട് വിടുവാ കണ്ടോ. ബേബി ഇങ്ങനെ വരുന്ന കേട്ടാ. കണ്ടോ, ഓക്കെ. ഇവിടെ ഈ കാറ്റാണ് സൂപ്പർ. എത്ര കേൾക്കാം. കാറ്റാണ്. ഈ കാറ്റടിക്കുമ്പോൾ തണുപ്പ് ഒന്നുകൂടെ കൂടും. നല്ല അടിപൊളിയായിട്ടുണ്ട്. നോക്കി ഇവിടെ ഞാൻ പറഞ്ഞ ഒരു കിഡ്സ് പ്ലേ ഏരിയ പോലെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്, അതിൻ്റെയാണ് ഈ കാണുന്നത്. ഇത്രയും ഭാഗത്ത് ട്രീസൊക്കെ ഇങ്ങനെ അവർ
നന്നായിട്ട് എന്താ പറയുക ഇതുപോലെ റൗണ്ടൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്ക് ഫുൾ ഗ്രീൻ 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 ഗ്രീൻ. കണ്ടോ കുറേ സിറ്റിംഗ് ഏരിയ ഉണ്ടല്ലേ. എനിക്കൊന്ന് ഇതൊക്കെ നല്ല ഫുൾ ഓൺ ആയിരുന്നു, പക്ഷേ ഈ കൊറോണ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ആയെന്ന് തോന്നുന്നു. ഇത് നോക്ക് സിറ്റിംഗ് ഏരിയ ഉണ്ടോ, പക്ഷെ എഴുതി വെച്ചിട്ടുണ്ട് ട്രെക്കിംഗ് ബിയോണ്ട് ദിസ് പോയിന്റ്. അതായത് ഈ പാർക്കിൻ്റെ ഏരിയ കഴിഞ്ഞിട്ട് ഉള്ളതെല്ലാം പണിഷബിൾ ആണെന്ന് എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പോകാൻ പാടില്ലായിരിക്കും, ബിക്കോസ് അത് കഴിഞ്ഞ് ഫോറസ്റ്റ് അല്ലേ കാണുന്നത്. ഇപ്പം നമ്മൾ നോക്കിയാൽ തന്നെ നമ്മുടെ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ആണല്ലോ, ആരുമില്ല. പിന്നെ അവിടെ 1-2 ഫോറസ്റ്റ് ഓഫീസുകളുണ്ട്. അവിടെ ഒരു വീട് പോലെ ഉണ്ട് കണ്ടോ. നമുക്ക് ആ മരത്തിൽ പോയിരിക്കാം. നമ്മൾ ആ മരത്തിൻ്റെ അങ്ങോട്ടേക്ക് പോവാം. കാടിനകത്തൂടി നടക്കുവാണ് നമ്മൾ. റൂമിലേക്ക് തിരിച്ചു പോകാം. 11 o'clock നമ്മുടെ ചെക്കൗട്ടാണ്. അപ്പോൾ ഇനി ഒന്ന് ഫ്രഷ് ആവണം. പെരിയാർ ടൈഗർ റിസർവിനോട് ടാറ്റ പറഞ്ഞ് നമ്മൾ ഇറങ്ങുവാണ് അല്ലേ. അപ്പോൾ 2 days നമ്മൾ അധികം വേറെ ഇതൊന്നും പോയില്ലെങ്കിലും ബോട്ടിംഗ് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യം വേണ്ടെന്ന് ഓർത്തതാണ്, എങ്കിൽ പോലും ബോട്ടിംഗ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഈ സ്റ്റേയും ഈ കാടിന് നടുക്കല്ല, കാടിനകത്തുള്ളൊരു സ്റ്റേയും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. രാവിലെ ഒരു മോർണിംഗ് വാക്കിനൊക്കെ പോയി അത്യാവശ്യം കുറച്ച് ആനിമൽസിനെയൊക്കെ കണ്ടു. നമ്മൾ എൻജോയ് ചെയ്തല്ലേ. പിന്നെ നമുക്കൊരു ഗ്രൂപ്പായിട്ട് വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഇങ്ങനത്തെ സ്പേസിലൊക്കെ നമ്മൾ അതായിരിക്കും നല്ലത്. ഗ്രൂപ്പായിട്ടൊക്കെ വരുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് കുറച്ചുകൂടെ എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് ട്രിപ്പ് മിക്കവാറും നമ്മള് KTDCയിൽ തന്നെ ലേക്ക് പാലസ് ഉണ്ട്. ഉള്ളിലോട്ടാണ്, ഒരു സെപ്പറേറ്റ് ഐലൻഡിലാണ് ഇവരുടെ പ്രോപ്പർട്ടി. പക്ഷേ അത് കമ്പാരിറ്റീവ്ലി കോസ്റ്റ്ലി ആണ് ഇവിടുത്തെ വെച്ച് നോക്കുമ്പോൾ. പെരിയാർ ഹൗസ്, അരണ്യ നിവാസ്, പിന്നെ ലേക്ക് പാലസ്, ഇതിൽ ഓരോന്ന് റേറ്റ്. ഇപ്പൊ പെരിയാർ ഹൗസിനേക്കാളും റേറ്റ് കൂടുതലാണ് അരണ്യ നിവാസ്, അതിലും ഇരട്ടിയാണ് ഇത് ലേക്ക് പാലസ്. പക്ഷെ ലേക്ക് പാലസ് ആണ് ഇവരുടെ ഏറ്റവും എക്സ്ക്ലൂസീവ് ഒരു പ്രോപ്പർട്ടിയാണ്. അത് കോട്ടേജ് പോലെയാണ്, അധികം റൂംസ് ഇല്ല, ഓൺലി 6 rooms ഉള്ളൂ. ബുക്ക് ചെയ്തിട്ട് വരിക. അവരുടെ എല്ലാം നമുക്കിപ്പോൾ സാധാ എല്ലാ booking.com തൊട്ട് എല്ലാ അവരുടെ സൈറ്റിൽ നിന്ന് വരെ നമുക്ക് ബുക്ക് ചെയ്യാം, എല്ലാത്തിനും ബുക്ക് ചെയ്യാം. പക്ഷെ ഇപ്പം സീസൺ ആണ് എങ്കിൽ പോലും ഈ ആൾക്കാർ കുറവായതുകൊണ്ട് പ്രൈസിന് വ്യത്യാസമുണ്ട്. നമ്മൾ എപ്പോഴും ബുക്ക് ചെയ്യുന്ന സമയത്ത് ഇവരെ കൂടി ഡയറക്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാൻ നോക്കുക. അപ്പൊ ചിലപ്പം അതിലുള്ളേക്കാളും നല്ല ഡീലായിരിക്കും നിങ്ങൾക്ക് ഡയറക്റ്റ് കിട്ടുക അല്ലേ. അപ്പൊ നമുക്ക് ഞങ്ങൾ ഒന്ന് ജസ്റ്റ് വെറുതെ കോൾ ചെയ്താൽ, പക്ഷെ ഞങ്ങൾക്ക് സൈറ്റിൽ കാണിച്ചതിലും നല്ലൊരു ഡീലാണ് നമുക്ക് ഇവിടുന്ന് കിട്ടിയത് വിത്ത് ബ്രേക്ക്ഫാസ്റ്റ്. ഉള്ളത് 5 o'clock കഴിഞ്ഞ് ഇവിടുന്ന് വെളിയിൽ പോകാൻ പറ്റത്തില്ല. ഇത് നമ്മൾ പറഞ്ഞ പോലെ കണ്ടോ, ഇപ്പൊ തന്നെ കാണാം. ഫോറസ്റ്റിനുള്ളിലാണ് സംഭവം പ്രോപ്പർട്ടി. പിന്നെ ഉള്ളത് ഈ ഫോറസ്റ്റിന്റെ ഗാർഡ്സിനും അവിടുത്തെ സെക്യൂരിറ്റീസിനൊക്കെ ഉള്ള ക്വാർട്ടേഴ്സ് വേറെ ഉള്ളൂ. അപ്പൊ അറിയാമല്ലോ 6 o'clock കഴിഞ്ഞ് ഫോറസ്റ്റിലേക്ക് എൻട്രി ഇല്ല. അപ്പം അവർ പറയുന്നത് 5:30 ആണ് ഒരു കട്ട് ഓഫ് പറയുന്നത്. അതിനുള്ളിൽ നമ്മൾ വന്ന് കയറിയിരിക്കണം. പിന്നെ നമുക്ക് അതിന്റെ ചുറ്റുമല്ലേ ആ പ്രമിസത്തിലൊക്കെ നമുക്ക് നടക്കാമെങ്കിലും നമുക്ക് പുറത്തേക്ക് വിടത്തില്ല. പക്ഷെ അത് തന്നെ നമുക്ക് നല്ല കാറ്റും നല്ല ബേർഡ്സിന്റെ ശബ്ദവും എല്ലാം കൂടി അടിപൊളിയാണ്. നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കംപ്ലീറ്റ് സൈലൻസില് ബേർഡ്സിന്റെ ശബ്ദം, പിന്നെ കുരങ്ങന്മാർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഹോട്ടലില്. അത് സൂക്ഷിക്കണം, നമുക്ക് സ്നാക്സ് ഒന്നുമായിട്ട് പുറത്ത് ഇറങ്ങാനേ പറ്റത്തില്ല. ഡോർ വിൻഡോ ഒരിക്കൽ ഓപ്പൺ ചെയ്യാൻ പാടില്ല. പിന്നെ അട്ടയുണ്ട് കേട്ടോ, ഞങ്ങൾക്ക് ഇപ്പൊ ഒരു കടി കിട്ടി. അട്ടേനെ സൂക്ഷിക്കണം, അത്യാവശ്യം അട്ടയുണ്ട്. ഞങ്ങളൊരു മോർണിംഗ് വാക്കിന് പോയപ്പോൾ. ഇനി ഇന്നലെ നൈറ്റ് നല്ല കാറ്റായിരുന്നെന്ന് അവിടുത്തെ സ്റ്റാഫൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ നന്നായിട്ട് ഉറങ്ങിയത് കൊണ്ട് നമ്മൾ രണ്ടുപേരും അറിഞ്ഞില്ല. ആശ് രാത്രി പരന്ന് കേട്ട് എന്തോ കരയ്ക്കുന്ന ശബ്ദമൊക്കെ കേൾക്കുന്നതെന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ നന്നായിട്ട് ഉറങ്ങിപ്പോയി, ഞാനൊന്നും അറിഞ്ഞില്ല. അത് ചിലപ്പോൾ അതിന്റെ നൈറ്റ് ഡ്രീം ആയിരിക്കും. പക്ഷെ ഞാൻ വ്യക്തമായിട്ട് കേട്ടു, എന്താന്ന് അറിയത്തില്ല. പക്ഷെ അധികം ആനിമൽസ് കരടിയൊക്കെ വരുന്നവർ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അത്രയും വന്നാലും അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. അവരൊക്കെ ആൾക്കാരുണ്ട്, സെക്യൂരിറ്റി ഉണ്ട്, സ്റ്റാഫൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പൊ അതേ നമുക്ക് റിസർവിൽ നിന്ന് ഇറങ്ങുന്നവിടെ കാണാം. കണ്ടോ, ഇത് ഇവിടുത്തെ പോസ്റ്റ് ഓഫീസാണ്. നമുക്ക് കാടിനകത്ത് പോസ്റ്റ് ഓഫീസ് കണ്ടോ. റിസർവിന്റെ എൻട്രി കഴിഞ്ഞാണിത്. കണ്ടോ, നോക്ക് ദൂരെ മരങ്ങൾ. ഇപ്പോൾ ഈ സീസണില്
ചില മരങ്ങളുടെ കളർ മാറി നിൽക്കുന്ന കണ്ടോ. ഇപ്പൊ നമ്മൾ ബോട്ടിങ്ങിന് പോയാൽ നമ്മൾ കൂടുതലും കാണും, നമുക്ക് ഇഷ്ടം തോന്നുന്ന ഇതാണ്. കണ്ടോ, ഇതാണ് നമ്മൾ രാവിലെ കണ്ട്. ഓ ഇത് കണ്ടോ, ഈ ഗാങ്ങിനെയാണ് നിങ്ങൾ രാവിലെ കണ്ടത്. കണ്ടോ, അവന്മാർ ഇവിടെ വന്ന് പുല്ല് തിന്നെ വരുന്ന തോന്നുന്നല്ലേ. അതെ, അക്കൂണ മട്ടാട്ടാണ്. നോക്ക്, ഏറ്റവും കുഞ്ഞ് ഒരു കുഞ്ഞമണി. അയ്യോ, വെള്ളം കുടിക്കാണോ? കണ്ടോ, ഞാൻ പറഞ്ഞേ സൈക്കിൾ ഇവിടെ റെന്റിന് കിട്ടുന്നപ്പോ സൈക്കിൾ റെന്റിന് എടുത്ത് വരുന്നതാണ് ഇവിടെ. നമുക്ക് നടന്നു വേണമെങ്കിലും വരാം, ഈ ബോട്ടിംഗ് പ്ലേസ് വരെ നമുക്ക് നടക്കാനും പറ്റും. പക്ഷെ ചെറിയൊരു പേടിയൊക്കെ തോന്നും, രണ്ട് സൈഡിൽ ആരും ഇല്ലാത്തതുകൊണ്ട്. രാവിലെ മോർണിംഗ് വാക്കിൽ പോയി ഞാൻ തന്നെയാണ്. നമുക്ക് ഇവിടെ തന്നെ നോക്ക്, നമ്മൾ ഒറ്റയ്ക്ക് ഇതിലെ നടക്കുന്ന കാര്യം ഓർക്ക്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വണ്ടി വരും, അത്രയേ ഉള്ളൊരു ആശ്വാസം. കണ്ടോ, കാടിയിൽ നിന്ന് നമ്മൾ ഇറങ്ങുവാണ്. അതിനെക്കുറിച്ച് അവിടെ കുറെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് അല്ലേ. ഇവിടെ നിറച്ച് ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ. മറ്റേ എന്താ പറയുന്നത്, ഒരു ചക്കയാണല്ലോ ഇത്. സീതാഫലല്ല, സീതാഫലില് വേറെയാ. ഇത് അതിന്റെ തന്നെ ഇതാ. എന്താണ് ആത്തച്ചക്കെന്ന് പറ്റാ പറയുന്നത്, വേറെ പക്ഷേ അതെ അതെ, ഹിന്ദി മനുഷ്യാണിത്. അപ്പൊ പിന്നെ ഇതാ ഇവിടെ ഒരു അമ്പലമുണ്ട്, ശ്രീ ഗണപതി യോഗീശ്വരി ദേവി ക്ഷേത്രം. നോക്ക്, തേക്കടി ദേവി ടെമ്പിൾ. ഓ അടിപൊളി കാറ്റുണ്ട് കേട്ടോ. ഇത് ഇതാണ് നമ്മൾ അപ്പൊ നമ്മൾ എക്സിറ്റ് അടിക്കുകയാണ്. കണ്ടോ, അപ്പൊ ഇവിടെ വരുമ്പോഴേ അവർ നമ്മളോട് ചോദിക്കും. ഇപ്പം വണ്ടിയായിട്ട് മിക്കവരും അറിയാത്തവരിപ്പം ഞങ്ങളും ആദ്യം വണ്ടിയായിട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തുകൊണ്ട് നമ്മൾ കയറ്റി വിട്ടു. ഇല്ലാത്തവരോട് അവർ ഡയറക്റ്റ് ചോദിക്കും സൈക്കിൾ എടുക്കുന്നുണ്ടോ, അതോ പിന്നെ നടന്നു പോകണോ, ഇല്ലെങ്കിൽ ബസ്സിന് പോകണമെങ്കിൽ നമ്മൾ ഈ വഴിയിലേക്ക് വരുന്നതിന് ഒത്തിരി മുമ്പായിട്ട് നമ്മൾ അവിടെ പാർക്ക് ചെയ്ത് അവിടെ നിന്ന് ബസ്സിന് കയറി വേണം ബോട്ടിങ്ങിന് വരാൻ. ആദ്യത്തെ കൺഫ്യൂഷൻ ആയിരുന്നല്ലേ, എന്താ സംഭവം മനസ്സിലായില്ല. ഇപ്പൊ വന്നപ്പോ നമുക്ക് ഓക്കെ ആയി. നമ്മളപ്പോ വൈൽഡ് ലൈഫ് ടൈഗർ റിസർവ് അല്ല, വൈൽഡ് ലൈഫ് ടൈഗർ റിസർവിനോട് ഇവിടെ പറയുവാണ്. നമ്മൾ പോകുന്നു, ഇനി എപ്പോഴെങ്കിലും നമുക്ക് വരാം. നമ്മളപ്പോ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ പീരമേട് കഴിഞ്ഞു. ഈ കാഴ്ച വേണ്ടിയിട്ട് നിർത്തിയതാണ്. നല്ല കാറ്റാണ്, നമുക്കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മുടെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരും. നമ്മൾ തേക്കടി വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ ഹോപ്പ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരിക്കും. നമ്മളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.